വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണുശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദനിരതം ശാസ്താരം പ്രണമാമ്യഹം. ഐതിഹ്യ പെരുമ കൊണ്ടും ചരിത്രപരമായ സവിശേഷതകളാലും ഏറെ കീർത്തികേട്ട ഒരു ക്ഷേത്രമാണ് തകഴി ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. കേരളദേശത്തെ വളരെ പ്രശസ്തമായ ധർമ്മശാസ്താ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തകഴി ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. ആലപ്പുഴ ജില്ലയിലാണ് തകഴി ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ നിന്നും തിരുവല്ല റൂട്ടിൽ ഏകദേശം 6 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പ്രസിദ്ധമായ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. റെയിൽ മാർഗം വരുന്ന ഭക്തർക്ക് അടുത്തുള്ള പ്രധാന സ്റ്റേഷനായ അമ്പലപ്പുഴയിലിറങ്ങി റോഡ് മാർഗം തകഴി ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. ക്ഷേത്രോൽപത്തിയുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യ കഥകൾ പ്രചാരത്തിലുണ്ട്. ഒരു കാലത്ത് പരശുരാമൻ ഓതറ എന്ന കുന്നിൽ സ്ഥാപിച്ച വിഗ്രഹം ശക്തമായ വെള്ളപ്പൊക്കം മൂലം കൃഷിയിടത്തിലേക്ക് ഒഴുകിപ്പോയെന്നും അതിനെ ബില്ലുമംഗലം സ്വാമിയാർ കണ്ടെടുത്ത് ഉദയർക്ക മുനിയെ ഏൽപ്പിച്ചുവെന്നും അദ്ദേഹം ആ വിഗ്രഹം തകഴിയിൽ പ്രതിഷ്ഠിച്ചുവെന്നുമാണ് ഐതിഹ്യം. ഒരു കാലത്ത് ഇതൊരു ബുദ്ധവിഗ്രഹമായിരുന്നുവെന്നാണ് വിശ്വാസം. കിഴക്കൻ മലയിൽ പരശുരാമൻ പ്രതിഷ്ഠിച്ച നിരവധി ശാസ്താ വിഗ്രഹങ്ങളിൽ ഒന്നാണിതെന്നും ഒരു വിശ്വാസമുണ്ട്. മലമ്പ്രദേശത്തെ ശാസ്താ വിഗ്രഹങ്ങളെല്ലാം ആദ്യകാലത്ത് ബുദ്ധവിഗ്രഹങ്ങളായിരുന്നു എന്നാണ് സാമാന്യ വിശ്വാസം. ഇതിന് ഉപോദ്ബലകമാണ് ശങ്കരാചാര്യരുടെ ജീവിതകാലത്തിന് മുമ്പ് കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ബുദ്ധ ജൈന മതങ്ങൾ പ്രബലമായിരുന്നു എന്നത്. ഈ പ്രദേശത്തിന് തകഴി എന്ന പേര് ലഭിച്ചതിന് പിന്നിലും ഈ ഐതിഹ്യ കഥയ്ക്ക് ബന്ധമുണ്ട്. ഇവിടുത്തെ വിഗ്രഹം ചെളിയിൽ നിന്ന് വീണ്ടെടുത്ത് ശുദ്ധി വരുത്തി പ്രതിഷ്ഠിച്ചതിനാലാണ് തകഴി എന്ന സ്ഥലപ്പേര് ഈ പ്രദേശത്തിന് ലഭിച്ചതെന്ന് ഒരു വിശ്വാസവും നിലനിൽക്കുന്നു. വിഗ്രഹ പ്രതിഷ്ഠ കഴിഞ്ഞ് അചിരേണ ചെമ്പകശ്ശേരി രാജാക്കന്മാർ ക്ഷേത്രം പണി കഴിപ്പിച്ചുവെന്നും വിശ്വസിച്ചു പോരുന്നു. കിഴക്കോട്ട് ദർശനമായാണ് ശ്രീ ധർമ്മശാസ്താവ് തകഴി ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്. നിത്യേന 5 പൂജകൾ നടത്തിവരാറുള്ള ഇവിടെ രാവിലെ 5 മണിക്ക് നട തുറന്ന് പ്രഭാത പൂജകൾക്ക് ശേഷം 11 മണിക്ക് അടയ്ക്കുന്നു. വീണ്ടും വൈകുന്നേരം 5 മണിക്ക് നട തുറന്ന് രാത്രി 7:30 അടയ്ക്കുന്നു. ഈ വിധമാണ് തകഴി ക്ഷേത്രത്തിലെ ദർശന സമയക്രമം.
തകഴിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സവിശേഷമാർന്നതത്രേ വലിയെണ്ണ എന്ന ഔഷധ നിവേദ്യം. വാദം തുടങ്ങിയ പല രോഗങ്ങൾക്കും അത്യുത്തമമാണ് ഈ എണ്ണയെന്നാണ് വിശ്വാസം. എണ്ണ അടുപ്പത്ത് വെച്ച് കാച്ചിക്കൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത അടുപ്പിൽ പാൽപ്പായസവും തയ്യാറാക്കുന്നു. പാൽപ്പായസത്തിൽ പാട കെട്ടുന്നത് തൈലം പാകമായി എന്നതിന്റെ സൂചനയായാണ് കണക്കാക്കപ്പെടുന്നത്. എണ്ണ ആദ്യമായി കാച്ചിയ ആശാന്റേതെന്ന് കരുതുന്ന ഒരു വിഗ്രഹവും ക്ഷേത്രത്തിലുണ്ട്. കുംഭമാസത്തിലെ ഉത്രം നാൾ ആറാട്ടായി വരത്തക്ക വിധം 8 ദിവസത്തെ വാർഷികോത്സവമാണ് തകഴി ക്ഷേത്രത്തിലെ പ്രധാന വിശേഷാവസരം. ഉത്സവാഘോഷത്തോടൊപ്പം കളമെഴുത്തുപാട്ടും കുളത്തിൽ വേല എന്നിവയും നടത്തിവരുന്നു. ഉപദേവതാ പ്രതിഷ്ഠകൾ ഒന്നും തന്നെ ഇല്ലാത്ത അത്യപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് തകഴി ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. തകഴി ശ്രീ ധർമ്മശാസ്താവിനെ വണങ്ങി മടങ്ങുന്ന ഭക്തർക്ക് ചെന്നെത്താവുന്ന സമീപ പ്രദേശത്തുള്ള ഒരു മേജർ ക്ഷേത്രമാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം.